അപ്പോൾ എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും 12 മണിക്കൂർ അല്ല 14 മണിക്കൂർ ഫുഡ് കഴിക്കാണ്ടിരിക്കുക അല്ലെ ഫാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? പിന്നെ നിങ്ങൾ വേറെ വല്ല ടൈപ്പ് വ്യക്തിയായിരിക്കും. ഉറക്കത്തിന്റെ ഇടയ്ക്ക് ഫ്രിഡ്ജിൽ നിന്ന് ചോക്ലേറ്റോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്കോ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് കുടിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ളതല്ല കേട്ടോ ഈ വീഡിയോ. ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മെയ്ഡ് ഇൻ കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 മാസത്തിനുള്ളിൽ എങ്ങനെയാണ് ഞാൻ 5 കിലോ കുറച്ചത്, എന്തൊക്കെ കരുതലുകളാണ് ഞാൻ എടുത്തിരുന്നത്, ഡയറ്റ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഞാൻ ഇതിനു വേണ്ടി ചെയ്തിരുന്നത്, അങ്ങനത്തെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സും കരുതലുകളുമാണ് ഈ വീഡിയോ കൊണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് കാലറി ഡെഫിസിറ്റ് ഡയറ്റാണ്. അപ്പോൾ എന്താണ് ഈ കാലറി ഡെഫിസിറ്റ് ഡയറ്റ്? ഏതൊരു വ്യക്തിക്കും ഡെയിലി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ സെറ്റ് നമ്പർ ഓഫ് കാലറീസ് നമ്മുടെ ബോഡിയിൽ വേണം. അത് നമ്മൾ ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് അല്ലേ പോലും, നമ്മൾ വെറുതെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് എന്താ പറയുക TV കാണുകയോ അല്ലെങ്കിൽ കിടന്നുറങ്ങുക എന്ന് വിചാരിച്ചോ, 24 മണിക്കൂർ നമ്മൾ കിടന്നുറങ്ങുക എങ്കിൽ പോലും നമ്മുടെ ഓർഗൻസ്, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ കിഡ്നി, അങ്ങനത്തെ നമ്മുടെ വൈറ്റലായിട്ടുള്ള ഓർഗൻസ് ഫങ്ഷൻ ചെയ്യാനായിട്ട് നമുക്കൊരു മിനിമം സെറ്റ് നമ്പർ ഓഫ് കാലറീസ് വേണം. അപ്പോൾ ഓരോരുത്തരുടെയും ബോഡി ടൈപ്പും അനുസരിച്ച് ഈ കാലറിയുടെ കൗണ്ട് വ്യത്യാസമാണ്. അപ്പോൾ ഈ കാലറി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുക. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഹൈറ്റും നിങ്ങളുടെ ബോഡി വെയ്റ്റും വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലറി കൗണ്ടും പിന്നെ നിങ്ങൾക്ക് 5 കിലോ കുറച്ചിട്ടുള്ള കാലറി കൗണ്ടും നോക്കുക. യൂഷ്വലി ഇത് ഏകദേശം ഒരു 500-700 കാലറീസ് കുറവായിരിക്കും നിങ്ങൾക്ക് 5 കിലോ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ. എങ്ങനെയാണ് കാലറി കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇത് എല്ലാവർക്കും പൊതുവെ 500-700 കാലറി ഡെഫിസിറ്റ് ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആകെപ്പാടെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരു ഫസ്റ്റ് വീക്ക് നമ്മൾ മനസ്സിലാക്കുക ഏത് ഫുഡിനാണ് ഹൈ കാലറി ഉള്ളത്, ഏത് ഫുഡിനാണ് ലോ കാലറി ഉള്ളത്. ക്ലീൻ ആയിട്ടുള്ള ഫുഡ്സ് പൊതുവേ ലോ കാലറി ആയിരിക്കും. ക്ലീൻ ആയിട്ടുള്ള ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രോസസ്ഡ് അല്ലാത്ത ഫുഡ്, ചോക്ലേറ്റ്, ചിപ്സ്, ക്യാൻഡ് ഫുഡ്സ്, ഫ്രോസൺ ആയിട്ടുള്ള ഫുഡ്സ്, ഇതെല്ലാം ഒഴിവാക്കുക. ഇത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് ഹൈ കാലറി ആയിരിക്കും ഈ ഫുഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ പൊതുവേ ലോ കാലറി ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇൻടേക്ക് ആണ്. പ്രോട്ടീൻ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ ആവശ്യം വരുന്നത്? നമ്മുടെ ബോഡി ഏജ് ആകും തോറും നമ്മുടെ മസിൽസ് ബോഡിയിൽ ഡെഫിഷ്യൻ്റ് ആവുകയാണ്. നമ്മൾ പ്രോട്ടീൻ ഇൻടേക്കും അഥവാ എക്സസൈസും നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ പ്രായമായ വീട്ടുകാർക്ക്, പൊതുവേ നമ്മുടെ അമ്മമാർക്ക് സ്റ്റെപ്പ് കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. എപ്പോഴും കാലിലെ ജോയിന്റിനൊക്കെ വേദന ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താ അതിന് കാരണം? ബോഡി എന്ന് പറയുന്നത് മെയിൻ സ്കെൽറ്റൻ ബോൺസ് ആണ്. അതിന് ചുറ്റും ഇരിക്കുന്നത് എന്താണ്? മസിൽസ്. ഈ മസിൽസ് ഡീറ്റോറേറ്റ് ചെയ്യും തോറും ഈ ബോണിന്റെ കോണ്ടാക്ട് കൂടുകയാണ്. അപ്പൊ ബോണ് തമ്മിൽ ഇങ്ങനെ കോണ്ടാക്ട് വരുമ്പോഴാണ് ജോയിന്റ് പെയിന്, ഹിപ്പ് പെയിന്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊതുവെ പ്രായമുള്ളവരിൽ കാണുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മിനിമം ഇത്ര ഗ്രാം പ്രോട്ടീൻ എല്ലാ ദിവസവും നമ്മൾ കഴിക്കണം. ലൈറ്റായിട്ടുള്ള വർക്കൗട്ട്, നമ്മൾ ജിമ്മിൽ പോയി കസർത്ത് കാണിക്കണമെന്നല്ല പറയുന്നത്. വെറുതെ നമ്മൾ നടക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യുക. അതിനെപ്പറ്റി ഞാൻ കുറച്ചുകൂടെ വീഡിയോ കഴിയുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറയാം. അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് പ്രോട്ടീനെ പറ്റിയാണ്. മിനിമം പ്രോട്ടീൻ പെർ ഡേ എത്രയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്. നമ്മുടെ ബോഡി വെയ്റ്റ് കിലോഗ്രാമിൽ എത്രയാണ്? ഇപ്പം എൻ്റെ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് 78 കിലോ ആണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ബെയർ മിനിമം 78 ഗ്രാം പ്രോട്ടീൻ കഴിച്ചിരിക്കണം. ഇപ്പം ഏറ്റവും ബേസിക് ആയിട്ട്, ഏറ്റവും മിനിമം ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത് 1 ഗ്രാം പെർ ബോഡി വെയ്റ്റ് ആണ്. അപ്പോൾ അത് മൈൻഡിൽ ഓർത്തിരിക്കുക. അടുത്തത് വാക്കിംഗ്, സ്റ്റെപ്സ് പെർ ഡേ. നമ്മൾ നടക്കുന്നത് ഇത്ര ഒരു സ്റ്റെപ്പ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു നമ്പർ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുമോ, എല്ലാ ദിവസവും 3000 സ്റ്റെപ്പേലും മിനിമം നടക്കണമെന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. ഞാനൊരു നമ്പർ നിങ്ങളുടെ അടുത്ത് ടാർഗറ്റ് പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സെറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. തുടങ്ങുമ്പോൾ എത്രയാന്ന് വെച്ചാൽ ലൈറ്റായിട്ട് നടക്കാൻ ഉദ്ദേശിക്കുക. ഓവർഡൂ ചെയ്യരുത്. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നടക്കുന്ന രീതിയിൽ. പിന്നെ എല്ലാ ആഴ്ചയിലും
ഒരു 100 സ്റ്റെപ്പ് അല്ലെ 200 സ്റ്റെപ്പ് കൂടുതൽ നടക്കുക. എങ്ങനെയാണ് ഈ 200 സ്റ്റെപ്പ് കൂടുതൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഫോണിൽ ഇഷ്ടംപോലെ ആപ്സ് ഉണ്ട്. മിക്ക ഫോണിലും ബൈ ഡിഫോൾട്ട് ഹെൽത്ത് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഫോൺ കൈ പിടിച്ചാണല്ലോ എല്ലായ്പ്പോഴും നടക്കുന്നത്. നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ആക്സിലോമീറ്ററും GPS വെച്ചിട്ട് സ്റ്റെപ്പ് കൗണ്ട് ചെയ്യും മിക്ക ഫോൺസിലും. ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഫോണിൽ ആപ്പിൾ ഹെൽത്ത് എന്ന് പറയുന്നതിനകത്ത് എത്ര സ്റ്റെപ്പാണ് നമ്മൾ നടന്നതെന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺസിലും ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ഫ്രീ ആണ്. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ സ്റ്റെപ്പ് നിങ്ങൾ ട്രാക്ക് ചെയ്യുക. അപ്പം എല്ലാ ആഴ്ചയിലും 100-200 സ്റ്റെപ്പ് കൂടുതൽ നടക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അടുത്തതെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. എല്ലാ ദിവസവും നമ്മൾ മിനിമം 12 to 14 hours ഫുഡ് കഴിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്കറിയാം, ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും 12 മണിക്കൂർ അല്ല 14 മണിക്കൂർ ഫുഡ് കഴിക്കാണ്ടിരിക്കുക അല്ലെ ഫാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? ബില്ലെ നടക്കും. നമ്മൾ എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോൾ 8 മണിക്കൂർ ഓൾറെഡി നമ്മൾ ഫാസ്റ്റ് ചെയ്യാണ്. അപ്പോൾ രാവിലെ ഉറങ്ങി എണീറ്റതിന് ശേഷം 4 മണിക്കൂറും കൂടെ എക്സ്ട്രാ ഫാസ്റ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഓൾറെഡി ചെയ്തു. ഉറങ്ങുന്ന ടൈമിൽ നിങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ല ടൈപ്പ് വ്യക്തിയായിരിക്കും. ഉറക്കത്തിന്റെ ഇടയ്ക്ക് ഫ്രിഡ്ജിൽ നിന്ന് ചോക്ലേറ്റോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്കോ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് കുടിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ളതല്ല കേട്ടോ ഈ വീഡിയോ. ഇത് നമ്മൾ ഉറങ്ങുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 8 മണിക്കൂർ നമ്മൾ എല്ലാ ദിവസവും ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 4 മണിക്കൂറും കൂടെ എക്സ്ട്രാ പ്രൊലോങ് ചെയ്യാൻ മാത്രം മതി. ഈ രാവിലെ എണീക്കുമ്പോൾ തന്നെ 4 മണിക്കൂറിൽ നമുക്ക് എന്താണ് കഴിക്കാൻ പറ്റുക? ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വെള്ളം ഇഷ്ടം പോലെ കുടിക്കാൻ പറ്റും. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് നമുക്ക് വയറ് കത്തലും വയറിൽ ഉരുണ്ട് കയറലും ഒക്കെ തോന്നും. അത് ഒഴിവാക്കാൻ എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് ഹൈഡ്രേഷനാണ്. ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കുക. രണ്ടാമത് കാപ്പി നമുക്ക് ലോ കാലറി അല്ലെ 0 കാലറി ഡ്രിങ്ക് ആണ് കാപ്പി അഥവാ ചായ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ കാലറി എങ്ങനെയാണ് വരുന്നത്? പാല്, പഞ്ചസാര അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് ഈ ചായ അല്ലെങ്കിൽ കാപ്പിയിൽ കാലറി വരുന്നത്. പാല്, ഷുഗർ ആഡ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളത് കൺസ്യൂം ചെയ്താലും അത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ അക്കൗണ്ട് ചെയ്യാണത്. പിന്നെ 14 മണിക്കൂർ കഴിഞ്ഞോണം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പട്ടിണി അടക്കാനല്ല പറയുന്നത്. രാവിലെ നിങ്ങൾ ഉറങ്ങി എണീറ്റതിന് ശേഷം ഏകദേശം ഒരു 4 മണിക്കൂർ നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ബെനിഫിറ്റ്സ് ആണ്. ഇത് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഓവറോൾ നിങ്ങളുടെ ഹെൽത്തിനെയും കൂടെ നിങ്ങൾക്ക് ഭയങ്കര അധികം കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഇൻസുലിൻ സ്പൈക്സ് ഉണ്ടാകും നിങ്ങളുടെ ബ്ലഡിൽ. അത് നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു വീഡിയോ തന്നെ എടുക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണിന് ഭയങ്കര അധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് മാക്സിമം ചെയ്യുക. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, ടേബിൾ ടെന്നീസ്. ഞാൻ എൻ്റെ കേസ് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ബാഡ്മിൻ്റൺ ഭയങ്കര ഇഷ്ടമാണ്. ആഴ്ചയിൽ മിനിമം 2 അല്ലെങ്കിൽ 3 ഡേയ്സ് ഞാൻ ബാഡ്മിൻ്റൺ എല്ലാ ദിവസവും 1 മണിക്കൂർ വെച്ച് ഞാൻ കളിക്കും. ഈ ഒരു സ്പോർട്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ കറക്റ്റ് സമയത്ത് റെഡി ആയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഞാൻ ബാഡ്മിൻ്റൺ കോർട്ടിൽ പോയി കളിക്കും. നമ്മൾ അതേസമയം ജിമ്മിൽ പോകാന്ന് പറയുകയാണെങ്കിൽ നമ്മളിത് നമ്മുടെ ബോഡീനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാണ്, അല്ലെ നമ്മൾ ഫോഴ്സ് ചെയ്യാണ്. എല്ലാ ദിവസവും ഇന്ന സമയത്ത് ജിമ്മിൽ പോകണം. അപ്പം മെൻ്റലി നമുക്ക് ആ ഒരു സ്ട്രെസ് ഉണ്ടാവും എപ്പോഴും ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അത്രയ്ക്ക് മോട്ടിവേഷൻ ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി എന്താണെന്നുണ്ടോ, പ്രത്യേകിച്ച് ഔട്ട്ഡോർ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ വെയിറ്റ് ലോസ് ജേർണിയിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. പ്രത്യേകിച്ച് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തുടക്കത്തിൽ റെഗുലറായിട്ട് 3 അല്ലെങ്കിൽ 4 നേരം ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് മാറുമ്പോൾ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ കുടിക്കാൻ പോകുന്ന വെള്ളമാണ്. അപ്പോൾ ചൂടുവെള്ളം കുടിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിസം കൂടും, ദഹനം വർദ്ധിപ്പിക്കും. അപ്പോൾ ദഹനം വർദ്ധിപ്പിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്?
ദഹനം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മെറ്റബോളിസം കൂടും. നിങ്ങൾ ഓരോ തവണയും നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്താ പറയുക, ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സോ ചോക്ലേറ്റോ അങ്ങനെയൊന്നും കഴിക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടത്തില്ല. കാരണം എന്താ, നിങ്ങൾ കുറച്ചുകൂടെ അലേർട്ടായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ മെറ്റബോളിക് റേറ്റ് കൂടുതലാണ്. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് നല്ല രീതിയിൽ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും, ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഡൈജഷൻ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഫാറ്റ് ബേൺ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും, വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ മസിൽ ഗെയിനും ഈ മെറ്റബോളിക് റേറ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വളരെ ചുരുക്കത്തിൽ പറയാന്നുണ്ടെങ്കിൽ 2 ലിറ്റർ വെള്ളം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും മാൻഡേറ്ററി ആണ്. ലാസ്റ്റ് ഈ വീഡിയോ കൊണ്ട് പറയാൻ പോകുന്നത് ഫൈബറിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. ഇപ്പോൾ ഫൈബർ എന്ന് പറയുന്ന സംഭവം എന്താണ്, നിങ്ങൾ ഈ TV ആഡ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഹോൾ വീറ്റ് അല്ലെങ്കിൽ സീരിയലിന് ഫൈബറിൻ്റെ കണ്ടന്റ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ്. എന്താണ് ഈ ഫൈബറിൻ്റെ ഇമ്പോർട്ടൻസ്? ഫൈബർ ഈ വെള്ളത്തിനെ പോലെ തന്നെ നിങ്ങളുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടാനായിട്ടുള്ള ഒരു സൂപ്പർ ഫുഡ് എന്ന് വേണേൽ പറയാം. അപ്പോൾ ഫൈബറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ ദിവസവും കൺസ്യൂം ചെയ്യുന്ന ഫുഡ് ദഹിപ്പിക്കാനായിട്ടുള്ള പ്രോപ്പർട്ടീസും പിന്നെ സേഷ്യേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ വയറ് നിറഞ്ഞല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലേ, ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഫൈബർ കൂടുതലുള്ള ഫുഡ്സ് കഴിക്കണം. ഓട്സ്, അവോക്കാഡോ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇങ്ങനത്തെ സാധനങ്ങൾക്ക് പൊതുവേ ഫൈബറിൻ്റെ കണ്ടന്റ് വളരെയധികം കൂടുതലാണ്. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഡയറ്റിൽ എല്ലാവരും കഴിക്കുന്ന ഫൈബറിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 10 ഗ്രാമും 15 ഗ്രാമും പെർ ഡേ ആണ്. അത് നിങ്ങൾ മാക്സിമം കൂട്ടാൻ നോക്കുക. അത് ഒറ്റയടിക്ക് കൂട്ടുക എന്നുള്ളതല്ല, ഗ്രാജുവലി എല്ലാ ദിവസവും ഒരു 10-20 ഗ്രാം കൂട്ടുക. എങ്ങനെയാണ് കൂട്ടാൻ പറ്റുന്നത്? ഇടയ്ക്ക് നമ്മൾ ഈ സ്നാക്സ് കഴിക്കുന്നതിന് പകരം യോഗേർട്ടും കുറച്ച് കൊക്കോ പൗഡറും സ്വീറ്റ്നറും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലെ ചോക്ലേറ്റ് പുഡിങ് കഴിക്കാൻ പറ്റും. എന്നാൽ നിങ്ങളുടെ ഫൈബറിൻ്റെ ഇൻടേക്ക് കൂടും, നിങ്ങളുടെ പ്രോട്ടീൻ്റെ ഇൻടേക്ക് കൂടും. എന്നാൽ നിങ്ങൾ വയറ് ഫുള്ളായിരിക്കും, ഫൈബറിൻ്റെ കണ്ടന്റ് ആയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ, നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്ന കാലറിയുടെ ഇൻടേക്ക് കുറവായിരിക്കും. അപ്പോൾ ഇതെല്ലാം സത്യം പറഞ്ഞാൽ കണക്റ്റഡ് ആണ്. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു 2 വീക്സ് കൺസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞോടനെ ഇത് ഗ്രാജുവലി നിങ്ങളുടെ വെയിറ്റ് കുറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുമോ ഇത്രയും സിമ്പിളായിരുന്നോ വെയിറ്റ് കുറയുന്നതെന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ടിപ്സൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് കണ്ടൻ്റായിട്ട് കണ്ടുമുട്ടട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.